ആളുകൾ എനിക്കൊന്ന് ഇതൊക്കെ 8-10-12 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്നു. പക്ഷേ ഇതൊക്കെ പൊളിച്ചെഴുതപ്പെടും. ഇന്ത്യൻ ജനത ഇത് തിരിച്ചറിഞ്ഞേ പോകും, യാതൊരു സംശയമില്ല. അവരുടെയൊക്കെ ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. ഇനിയും കാത്തിരിക്കണം നാളുകൾ. അതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് ട്രെൻഡ് തിരിയുന്നത്. ഇപ്പോൾ പഴയ കാലം പോലെയല്ല, കാട്ടുതീ പോലെ പ്രത്യേകിച്ച് ഈ മീഡിയകളും ഈ നവമാധ്യമങ്ങളും ഉള്ളപ്പം വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും. അയോധ്യയിൽ ഇത്രയും ഈ അണ്ടകടാഹം ഇളകി നടത്തിയ കലാപങ്ങളും സമരങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടന്ന് അവസാനം അവിടെ ഒരു ക്ഷേത്രം സുപ്രീം കോടതി പണിയാനായിട്ട് അനുമതി കൊടുത്തിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് നടന്ന കൊള്ള എന്താണ്? ഇവർക്കെന്ത് പറയാൻ റൈറ്റ് ഇരിക്കുന്നു? BJPക്ക്, RSSന്? ഇത്രയും കേരളത്തിൽ ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചൊരു വിഭാഗമുണ്ടോ? എല്ലാം ശ്രീരാമൻ്റെ പേരിലാണ്. ആദ്യത്തെ അദ്വാനിയുടെ രഥയാത്ര ഉൾപ്പെടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയായിരുന്നു. അത് പണിതിട്ടുണ്ടായ അനുഭവമാണ്. ഇന്ത്യയിലെ തിരുവനന്തപുരം, കേരളം മുതൽ അങ്ങ് കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന കാണിക്ക് ഒരു നയാ പൈസ കാണാനില്ലെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഈ പാർട്ടിയുടെയും ഈ സംഘടനകളിലൊക്കെ ഒരു വിശ്വാസ്യത എന്താ? അതൊക്കെ തിരിച്ചറിയും, ഉറപ്പായിട്ടും തിരിച്ചറിയും. അവർക്കൊന്നും ഇത് കള്ളത്തരമാണെന്ന് നമുക്കറിയാമായിരുന്നു. അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് മാത്രമായിരുന്നു ഇവർക്ക് ഈ വർഗീയത, ഈ മതപരമായുള്ള വേർതിരിവ്. അതിനുവേണ്ടി മാത്രമാണ്. അതിന് ഏറ്റവും എളുപ്പമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുക, മുസ്ലിമിനെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുക, നമ്മൾ സംരക്ഷകരായി നിൽക്കുക. ഇത് കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമെന്നേ. ഇത് നമുക്ക് കുറച്ച് കാലമൊക്കെ ആളുകളെ പറ്റിക്കാൻ പറ്റും, പിന്നെ ആളുകൾക്ക് തിരിച്ചറിയുമല്ലോ അതെ ഇതൊക്കെ തട്ടിപ്പാന്നുള്ളത്. ആ തിരിച്ചറിവ് പെട്ടെന്ന് അറിയാൻ അതുണ്ടാവും, ഉറപ്പായിട്ടും അധികം താമസിക്കാതെ ഉണ്ടാവും. കഴിഞ്ഞ മന്ത്രിസഭയിൽ രാഷ്ട്രീയം മാറ്റി നിർത്താൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരായിരുന്നു? രാഷ്ട്രീയം മാറ്റി നിർത്തി ഇക്കഴിഞ്ഞ മന്ത്രിസഭയിലാണ് പിണറായി വിജയൻ്റെ. ആരെയും അങ്ങനെ പേരെടുത്ത് പറയാനുണ്ടായിരുന്നത്? അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്ന പ്രത്യേകിച്ച് എനിക്കൊരു മന്ത്രിയെ എൻ്റെ മനസ്സിൽ, ഒന്നാമതേ വളരെ കുറച്ച് മന്ത്രിമാരെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ പിന്നെ ശിവൻകുട്ടിയുടെയൊക്കെ മോഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും, കാരണം എപ്പോഴും ഫേസ്ബുക്ക് ആണെങ്കിലും വിവാദമൊക്കെ ഉണ്ടാക്കി ആക്റ്റീവായിട്ട് നിന്നത് പിള്ളേർക്ക് വലിയ ഇഷ്ടമായിരുന്നു. യെസ്. കാരണം ഞങ്ങളൊക്കെ ഒരേ കാലത്ത് ഞാൻ KSU ആയിരിക്കും, SFI ഒക്കെ ആയിരുന്നതാണ്. മന്ത്രി അപ്പൂപ്പനെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളി ഒരു ഡൗൺ ടു എർത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല പുള്ളിയെ. ആളുകൾ പുള്ളിയുടെ സംസാരിക്കുമ്പം പിന്നെ പെശക് വരുന്നു സംസാരിക്കുന്നത്, അതൊക്കെ അതേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് സംഭവിക്കുന്നതാണ്. ഞാൻ അത്തരം ട്രോളുകൾ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാനങ്ങനെ ഒരിക്കലും ആരും ട്രോളാറില്ല. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരക്ഷരം തെറ്റി, പ്രത്യേകിച്ച് അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ചുമ്മാ സോഷ്യൽ മീഡിയയ്ക്ക് പിന്നെ വേറെ ജോലിയൊന്നുമില്ല. താങ്കൾക്ക് ഒരു ഇഷ്ടമുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലോട് അല്ലല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ളത്, മനസ്സിൽ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കത് പിന്നെ ആകപ്പാടെ MP-മാരുടെ അല്ല MLA മാരുടെ ഫണ്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കെട്ടിടങ്ങളൊക്കെ, സ്കൂൾ കെട്ടിടങ്ങളൊക്കെ അവർ പണിതിട്ടുണ്ടെന്നുള്ളതല്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങനെ നമ്മളൊരു എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തപ്പം ബാക്കി എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ച് എല്ലാം ഒരു ആവറേജ് ആയിരുന്നല്ലോ. അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും അതിന് മുമ്പിലത്തെ കാലത്തെ മന്ത്രിസഭ G. സുധാകരനൊക്കെ നടത്തിയിട്ടുള്ളത് പോലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇപ്പം ഇങ്ങോട്ട് ചേർന്നുകൊണ്ടായിരിക്കും ഓർമ്മ വരുന്നത്. അല്ല, അതുകൊണ്ടല്ല. അദ്ദേഹം ഈ PWDയിലൊക്കെ അഴിമതി ഒരു പരിധിവരെ ഇല്ലാതാക്കിയതാണ്. PWD എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയായിരുന്നു. എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്, മൊത്തം അഴിമതിയായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വലിയ റോൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു ആ കാര്യമൊക്കെ. അത് നമ്മളൊക്കെ അന്ന് പറയാറുള്ളതാണ്. പിന്നെ അദ്ദേഹം സഹകരണത്തിൻ്റെയൊക്കെ മന്ത്രിയുണ്ട്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹകരണ മേഖല എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഒരുപാട് അനാവശ്യ ഇടപെടൽ നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പം നമ്മുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു സഹകരണ സംഘം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതിനോട്ട് പാര വെക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അത് നല്ല രീതിയിൽ പോകുന്ന സാധനം, വെറുതെ ആവശ്യമില്ലാത്തായിരുന്നു, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. പറയാനുള്ള തൻ്റെയോടും അതിൻ്റെ സീനിയോറിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു പാർട്ടിക്കാരനും അദ്ദേഹത്തിന് അതിലോട്ട് കയറിയല്ലോ, അങ്ങോട്ട് പറയുമല്ലോ, നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗേഴ്സൊന്നും അങ്ങനെ ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ പിന്നെ വലിയ നല്ല മന്ത്രിയായിട്ടൊന്നുമല്ല ഞാൻ ശിവൻകുട്ടിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഒരാളാണ്. മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞായിരിക്കും. താങ്കൾ നിയമസഭയിൽ ഉള്ള സമയത്ത് താങ്കൾ നടത്തിയ പ്രസംഗത്തിൽ
താങ്കളുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കുന്ന പ്രസംഗത്തിൽ ഏതായിരിക്കും? രണ്ടിലെയും പറയുകയാണെങ്കിൽ. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമല്ലോ. ഞാൻ മൂവാറ്റുപുഴ ജില്ലയ്ക്ക് വേണ്ടി വലിയ വാദം നടത്തിയായിരുന്നു. അതായിരുന്നു നമുക്കൊരു അനൗദ്യോഗിക സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. മൂവാറ്റുപുഴ ജില്ല അത് പിന്നീട് വലിയ ചർച്ചയാകുകയും പിന്നെ അത് വലിയ ആവശ്യമാകുകയും ഇപ്പം ഈ ഗവൺമെൻറ് വന്നപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനത്തിൽ, ഗവർണർ നയപ്രഖ്യാപനത്തിൽ പുതിയ ജില്ലകളും താലൂക്കുകളും അതിനെക്കുറിച്ചൊരു കമ്മീഷൻ പഠിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയുടെ നമ്മുടെ പഴയ ഡിമാൻഡ് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴയും മലപ്പുറത്തും ഒക്കെ ഓരോ ജില്ലകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് അത് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടാമത് ആ വിഷയം നമുക്ക് ടേക്കപ്പ് ചെയ്യുന്നത് ഞാനാണ്. നിയമസഭയിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ അവിടെ നമ്മളെപ്പോഴും പൈനാപ്പിളും മൂവാറ്റുപുഴ ജില്ല, അതുപോലെ തന്നെ കൊച്ചി മെട്രോ മൂവാറ്റുപുഴയ്ക്ക് നീട്ടുന്നത്, ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളായിരുന്നു. കൊച്ചി മെട്രോ ആണെങ്കിൽ ഇപ്പം തൃപ്പൂണിത്തുറ വരെ എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നേരെ ഒറ്റ സ്ട്രൈറ്റ് റോഡാണ് മൂവാറ്റുപുഴയ്ക്ക്. അത് അവിടെ ചെന്ന് അവസാനിക്കുകയുള്ളൂ. എന്നാലേ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചർച്ച വന്നപ്പോൾ മനസ്സിലൊരു സന്തോഷമായിരിക്കും. തീർച്ചയായും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടിയുണ്ട്. അതിൻ്റെ പിന്നെ ജില്ലാ രൂപീകരണത്തിന് വേണ്ടിയുള്ള സമിതിക്കകത്ത് ഒരു കമ്മിറ്റി ഉണ്ട്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. ഇപ്പോഴും ഉണ്ട്. ലീഡറിൻ്റെ കൂടെയൊക്കെ ഒത്തിരി നാൾ നടന്നവരാണ്. ലീഡർ രസകരമായിട്ട് പറഞ്ഞ കാര്യം ഓർക്കുവാണെങ്കിൽ വഴക്ക അല്ലേ, താങ്കളെ വിളിച്ചിട്ട് എങ്ങനെയാണ് ജോസഫ് എന്നായിരിക്കും വിളിക്കുക, എന്താണെന്ന് അറിയാം, പറഞ്ഞ് രസകരമായിട്ട് പറഞ്ഞൊരു മുഹൂർത്തം ഓർക്കുകയാണ്. ഏത് ഓർക്കും? ലീഡർ എപ്പോഴും പറഞ്ഞവൻ, ഞാൻ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ അകത്ത് ഈ കാർത്തികേയൻ രമേശ് ഞങ്ങളുടെ ഒരു ടീം തിരുത്തൽവാദിയൊക്കെ ആയിട്ട് കളിക്കും. അപ്പം ലീഡർക്ക് അത് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം. ഒരു പരിധിയിൽ ലീഡറുമായിട്ടായിരുന്നില്ല എൻ്റെ ഒരു വഴക്ക് വന്നിരുന്നത്. അപ്പം ലീഡർ എപ്പോഴും പറയും അവൻ ഏകദൈവ വിശ്വാസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിലേ നിൽക്കുകയുള്ളൂ, അവൻ ഇടയ്ക്ക് വേറെ എങ്ങോട്ടും ചായത്തില്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ ഏകദൈവ വിശ്വാസിയാണ്, പറഞ്ഞ കാര്യമില്ല. പിന്നെ പറയും ഇപ്പം ഇടയ്ക്ക് തമാശയായിട്ട് വായിക്കാം ബനാന എന്നൊക്കെ കൂട്ടി തമാശ ബനാനൻ എന്നൊക്കെ വിളിച്ചിട്ട് പുള്ളി എപ്പോഴും ഒരു തമാശ പറയുക, ഒരു വാക്ക് പറച്ചിലൊക്കെ ഉണ്ട്. പിള്ളേർ പറയുക അതേ ഇലയിടാൻ നേരത്ത് അവൻ വേറെ പണിക്ക് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുത്തൽവാദമൊക്കെ നടത്തി തെറ്റിപ്പോകുന്നുണ്ട്. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു നമ്മളതുപോലെ പിന്നെ ടീമിന് വേണ്ടി അങ്ങ് നിൽക്കുന്ന ആളാണ്. പക്ഷേ എപ്പോഴും ഈ ടീമിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വേറെ എങ്ങോട്ടും ചിന്തിക്കത്തില്ല, വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും പോകത്തില്ല. ഈ ടീമിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും അവൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ഇവൻ വേറെ പണിക്ക് പോകുമെന്ന് പറയില്ല. അപ്പോൾ ഇല ഇടുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ഒരു പണിക്ക് ഇതൊക്കെ ലീഡർ സാറ് നമ്മോട് പറയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ ഇഷ്ടമായിരുന്നു, എപ്പോഴും പറയും നമ്മൾ ഫൈറ്റ് ഇപ്പം ഇങ്ങനെ വരുമ്പോഴേ എന്താ ബനാനൻ എന്ന് വിളിക്കുക, ആദ്യം വഴക്കൻ എന്നുള്ളതിന് പുള്ളി ഇംഗ്ലീഷ് കൂട്ടി പറയും എപ്പോഴും. എപ്പോഴും തമാശയായിട്ട് സംസാരിക്കുള്ളൂ.